കെ മുരളീധരൻ വളരെ വികാരാധീനനായൊക്കെ പ്രതികരിക്കുന്നുണ്ട്. സംഘടനാ നേതൃത്വത്തിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന തരത്തിൽ, പലരും അവിടെ പ്രചരണത്തിന് പോയില്ല എന്ന തരത്തിൽ, ബലിയാടാക്കി എന്ന തരത്തിൽ, ഇനി സംഘടനാ പ്രവർത്തനവുമായി സഹകരിക്കുന്നില്ല എന്ന തരത്തിൽ, അതിനെയൊക്കെ എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നീക്കത്തെ? കെ മുരളീധരൻ ഒരു മികച്ച രാഷ്ട്രീയ പോരാളിയാണ്. അദ്ദേഹത്തെ പാർട്ടി കഴിഞ്ഞ തവണ നിയമത്ത് മത്സരിക്കാൻ ഞാനും ഉമ്മൻചാണ്ടിയും കൂടെ ആവശ്യപ്പെട്ടത്. അദ്ദേഹം മത്സരിച്ചു. ഞാനും ഉമ്മൻചാണ്ടിയും കൂടെയാണ് അദ്ദേഹത്തെ വടകര നിൽക്കാൻ പറഞ്ഞത്. അന്ന് അദ്ദേഹം അതനുസരിച്ചു. അപ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും ഏറ്റെടുക്കാൻ സന്നദ്ധത കാണിക്കുന്ന ഒരു മികച്ച രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ തോൽവിയിൽ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. കാരണം തൃശ്ശൂരിൽ എന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു തിരിച്ചടി ഉണ്ടായതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, വേദനയുണ്ട്. മുരളീധരനെ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസമുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട 2 സീറ്റുകളാണ് നഷ്ടപ്പെട്ടത്. ഒന്ന് ആലത്തൂരും തൃശ്ശൂരും. അത് ഗൗരവമായി തന്നെ പാർട്ടിയും മുന്നണിയും പരിശോധിക്കും. തൃശ്ശൂർ ജില്ലയിലെ സംഘടനാ സംവിധാനത്തിലൊരു പാളിച്ച അങ്ങനെ കാണുന്നുണ്ടോ? അല്ല, അതെല്ലാം വിശദമായി പരിശോധിക്കണം. ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. എന്താണ് കാരണം എന്നുള്ളത് പരിശോധിച്ച് അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കെ മുരളീധരൻ അദ്ദേഹം പറഞ്ഞു ഇനി പാർട്ടി പ്രവർത്തനവുമായി സഹകരിക്കില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. വടകരയിൽ നിന്ന് മാറ്റേണ്ടിയിരുന്നില്ല എന്നൊരു ഫീൽ ഉണ്ടോ അപ്പോൾ? അല്ല, അത് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ വ്യക്തിപരമായി ഞാൻ അതിനെതിരായിരുന്നു ആ തീരുമാനത്തിൽ. പക്ഷേ പാർട്ടി ഞങ്ങൾ കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്. ആ കൂട്ടായ ഞാനും ഉള്ളതാണ്. എനിക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും കഴിയില്ല. പക്ഷേ തൃശ്ശൂരിലെ പരാജയം കൊണ്ട് അന്നെടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്നൊന്നും പറയാൻ കഴിയില്ല. ഏതായാലും ഈ കാരണം എന്താണെന്ന് പരിശോധിക്കും. ഈ ഉജ്ജ്വലമായൊരു വിജയമാണ് UDF കേരളത്തിലുടനീളം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങളാരും ചോദിക്കുന്നില്ല. ഇത് മാത്രമേ ചോദിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു എന്നതാണ്. അതിൽ മേൽനോട്ടം വഹിച്ച് പ്രചരണത്തിന്റെ നേതൃനിലയിൽ ഉണ്ടായിരുന്ന ആൾ കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വിജയത്തെ കാണുന്നത്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും UDFന്റെ അതിശക്തമായ മുന്നേറ്റമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിനെതിരായി, നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ കൊടുങ്കാറ്റാണ് ഇവിടെ കേരളത്തിൽ ആഞ്ഞടിച്ചത്. കഴിഞ്ഞ തവണ ഇവർ പറഞ്ഞ് ശബരിമല ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വികാരപരമായ കാര്യങ്ങളാണ്. ഇത്തവണ അത്ര വികാരപരമായ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിണറായി ഭരണത്തിനും മോഡി ഭരണത്തിനും എതിരായുള്ള ജനങ്ങളുടെ അതിശക്തമായ വികാര പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വർക്കിംഗ് കമ്മിറ്റി പ്രതിനിധി കൂടിയാണ്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്. ഇന്ത്യ സഖ്യം ഒരു മുന്നേറ്റം നടത്തിയൊരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു അട്ടിമറിയും കേന്ദ്രത്തിൽ ഒരു ഭരണത്തിലേക്ക് വരാനുള്ള നീക്കങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ താങ്കൾ ഡൽഹിയിലേക്കും പോവുകയാണ്. ചർച്ചകളൊക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? അല്ല, മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാക്കന്മാർ അവിടെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ആണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അവിടെ ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് നടക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ അവരവിടെ വരുന്നു അവിടെ ചെല്ലണമെന്ന് അവരെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഏതായാലും ഇന്ത്യ മുന്നണിക്കൊരു വൻപിച്ച വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. അബ്കി ബാർ 400 പാർ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു നടന്നത്. ഇന്ന് സ്റ്റാലിൻ പറഞ്ഞതാണ് ശരി എന്ന്. അദ്ദേഹം ഒരു സൈക്കോളജിക്കൽ വാറാണ് നടത്തിയത്. 400 സീറ്റ് നേടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സൈക്കോളജിക്കലായി ആളുകളെ മെസ്മറൈസ് ചെയ്യാനാണ് ശ്രമിച്ചത്. അതിൻ്റെ കൂടെ നമ്മുടെ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും കൂടി. പക്ഷേ സത്യം അതായിരുന്നില്ല എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്കാണ് വൻപിച്ച മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചൊരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ കേരളം പോലെ തന്നെ ഒരു സീറ്റാണ് മഹാരാഷ്ട്ര. 14 സീറ്റിലാണ്. കഴിഞ്ഞ തവണ 1 സീറ്റായിരുന്നു. 14 സീറ്റ്. സ്വതന്ത്രൻ ഇപ്പോൾ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. നമ്മുടെ തന്നെ ആളായിരുന്നു, അദ്ദേഹം മത്സരിച്ചതാണ്, വികാസ് പാട്ടീൽ സാംഗ്ലിയിൽ. അതുകൂടി ചേർത്ത് വെക്കുമ്പോൾ 14 സീറ്റ് UDFന് കോൺഗ്രസിന് അവിടെ. കോൺഗ്രസ് മഹാരാഷ്ട്രയിലെ ഒന്നാമത്തെ കക്ഷിയായിട്ട് എമർജ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ശിവസേനയ്ക്ക് 9, NCPക്ക് 7, 8. ഇങ്ങനെ ഒരു വൻപിച്ച മുന്നേറ്റം. 30 സീറ്റുകളിൽ ഞാൻ നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്താണ് 30 സീറ്റ് ജയിക്കുമെന്ന്. വൻപിച്ച മുന്നേറ്റമാണ് ഉണ്ടായത്. അതിന് അവിടെ പാർട്ടിയുടെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളവും എനിക്ക് ചാർജ് ഉണ്ടായിരുന്ന സംസ്ഥാനത്തും വൻപിച്ച മുന്നേറ്റം ഉണ്ടായതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. വ്യക്തിപരമായ ഒരു സന്തോഷം കൂടി ചെന്നിത്തല പങ്കുവെക്കുന്നുണ്ട്. ഈ കേരളത്തിലെ ഈ ഒരു ഭരണപക്ഷത്തിനുണ്ടായ തിരിച്ചടി അതിലൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽച്ചിട്ടുണ്ട്, അങ്ങനെ കാണുന്നുണ്ടോ? 100%. പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായ അതിശക്തമായ ജനവികാരം ആഞ്ഞടിക്കുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിനെ ജനങ്ങൾ വെറുക്കുന്നത് പോലെ തന്നെ LDF ഗവൺമെന്റിനെയും ജനങ്ങൾ വെറുക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പിലെ UDFന്റെ വൻപിച്ച വിജയം. തന്നെയും പറയാം, UDF സ്ഥാനാർത്ഥികൾ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിക്കുന്നത്. കാസർഗോഡ് സ്ഥാനാർത്ഥി 1 ലക്ഷത്തിൽ വോട്ടിന് ജയിക്കുന്നു.
എറണാകുളത്തെ സ്ഥാനാർത്ഥി 1 ലക്ഷത്തിലേറെ വോട്ടിന്, ഇടുക്കിയിലെ സ്ഥാനാർത്ഥി, ലീഗിൻ്റെ 2 സ്ഥാനാർത്ഥികളും 1 ലക്ഷത്തിലേറെ വോട്ടിന് ജയിക്കുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന കൊല്ലത്തെ പ്രേമേന്ദ്രൻ്റെ വിജയം 1 ലക്ഷത്തിലേറെ വോട്ടിന്, അത് കാണിക്കുന്നത് വൻപിച്ച മുന്നേറ്റമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ തകർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത്തരത്തിൽ തന്നെയാണ് ഏതായാലും ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് പ്രകടമായിരുന്നു. ഒപ്പം പ്രതിപക്ഷത്തിന് ലഭിച്ച ഒരു അംഗീകാരമായി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയെ പ്രതിപക്ഷ നേതാക്കൾ നോക്കിക്കാണുന്നത്.